ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണാൻ തുടങ്ങുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ അത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയി നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബേസിക് വീഡിയോ ആയിരിക്കും. അപ്പോൾ ക്രിപ്റ്റോയിലേക്ക് വരാൻ നിൽക്കുന്ന ആൾക്കാർ ഇല്ലെങ്കിൽ ക്രിപ്റ്റോ വളരെയധികം പരിചയമില്ലാത്ത ആൾക്കാർക്കൊക്കെ എന്താണ് ക്രിപ്റ്റോ വാലറ്റ്, അതേപോലെ തന്നെ എന്താണ് ടെസ്റ്റ് നെറ്റ്, എന്താണ് ഡീപ്പിൻ, എന്താണ് മെയിൻ നെറ്റ്, അങ്ങനെയുള്ള കുറേ ഡൗട്ടുകളുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ക്രിപ്റ്റോ വാലറ്റ്, അതേപോലെ തന്നെ എന്താണ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച്, CEXും DEXിൻ്റെ വ്യത്യാസങ്ങൾ എന്താണ്, ഒരു CEX ഇല്ലെങ്കിൽ ഒരു വാലറ്റിൽ നിന്ന് എങ്ങനെ നമുക്ക് വേറെ ഒന്നിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്യാം, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയും. അപ്പോൾ ക്രിപ്റ്റോനെ പറ്റി ഇല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ വാലറ്റിനെ പറ്റി അറിയാത്ത ആൾക്കാർക്കും അതേപോലെ തന്നെ എക്സ്ചേഞ്ചിനെ പറ്റി ഡിഫറൻസ് അറിയാത്ത ആൾക്കാർക്കും ഈ ഒരു വീഡിയോ കണ്ടു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും അതിനെപ്പറ്റി ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് കിട്ടും. അത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അതിൽ കുറേ എന്ത് ചെയ്യും സിമ്പിൾ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിനെപ്പറ്റി നല്ല രീതിയിൽ അറിയുന്ന ആൾക്കാർ അതൊക്കെ ക്ഷമിച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യം ശരിയാണോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ പറയാൻ പോകുന്നത് എന്താണ് CEX എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പൈസ ഉണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരും പൈസ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൈസയൊക്കെ നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടി ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എവിടെയാണ് വെക്കുന്നത്, ബാങ്കിലാണ് വെക്കുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു CEX എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ബാങ്ക് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്, ഏത് ബാങ്കിലാണോ, ഇപ്പോൾ SBI ആയിക്കോട്ടെ അല്ലെങ്കിൽ HDFC ആയിക്കോട്ടെ, ആ ഒരു ബാങ്കിൻ്റെ കമ്പനിയാണ് ഈ എല്ലാ നമ്മുടെ ഫണ്ടും നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് വെച്ചിട്ടുള്ള പൈസയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കാര്യം. അപ്പോൾ അതേപോലെ തന്നെ ക്രിപ്റ്റോയിലേക്ക് വരുമ്പോൾ ഈ ഒരു CEX എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഏതൊക്കെയാണ് സെൻട്രലൈസ് എക്സ്ചേഞ്ച് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ സെൻട്രലൈസ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്ന് ബിനാൻസ് നമുക്ക് പറയാം, പോപ്പുലർ ആയിട്ടുള്ളൊരു എക്സ്ചേഞ്ച് ആണ്. അതേപോലെ തന്നെ ക്യൂക്കോയിൻ നമുക്ക് പറയാം, CoinCDX എന്ന് പറഞ്ഞിട്ടുള്ള കുറേ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ബിനാൻസ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ബിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ചിൽ നമ്മൾ ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ബാങ്കിൽ പോയിട്ട് നിങ്ങളൊരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കൊടുക്കണം, ആധാർ കൊടുക്കണം, അതേപോലെ തന്നെ KYC കംപ്ലീറ്റ് ചെയ്യണം, നമ്മുടെ ഡീറ്റെയിൽ കൊടുക്കണം, നമ്മൾ ആരാണ്, എവിടത്തെയാണ്, നമ്മുടെ അഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും കൊടുക്കണ്ടേ. അതേപോലെ തന്നെയാണ് ബിനാൻസിൽ നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കൊടുക്കണം, നമ്മുടെ പാൻ കൊടുക്കണം, അതേപോലെ തന്നെ നമ്മുടെ ആധാർ കൊടുക്കണം, നമ്മുടെ ഐഡൻറ്റിറ്റി കൊടുക്കണം, നമ്മുടെ അഡ്രസ്സ് കൊടുക്കണം, നമ്മുടെ ഫേഷ്യൽ വെരിഫിക്കേഷൻ, നമ്മൾ ബാങ്കിൽ പോയി ഫിംഗർ പ്രിൻറ്റ് വെക്കുന്ന പോലെ ഫോട്ടോ കൊടുക്കുന്ന പോലെ നമ്മുടെ ഫേഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ എടുത്ത് കൊടുക്കണം. ആ ഒരു രീതിയിലൊക്കെ ഒരു കമ്പനി നമ്മുടെ എല്ലാ ഡീറ്റെയിലും കൊടുത്ത് നമ്മൾ അതിലൊരു അക്കൗണ്ട് എടുക്കുന്നതാണ്. അതാണ് CEX എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ നമ്മൾ ബാങ്കിലൊരു അക്കൗണ്ട് എടുക്കുന്നു, ആ ബാങ്ക് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്, ആ ഒരു SBI അല്ലെങ്കിൽ HDFC എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനികളാണ്. അപ്പോൾ ബിനാൻസിൽ നമ്മൾ ഒരു അക്കൗണ്ട് എടുക്കുന്നു, അത് നമ്മുടെ ഫുള്ളി ഡീറ്റെയിൽ ആണ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് അക്കൗണ്ട് എടുക്കുന്നത്. ആ അക്കൗണ്ട് കൺട്രോൾ ചെയ്യുന്ന ഇല്ലെങ്കിൽ ആ ഹോൾ കമ്പനി കൺട്രോൾ ചെയ്യുന്ന ആരാണ്, ബിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു കമ്പനിക്കും ഈ ഒരു ആൾക്കാർക്കും എപ്പോഴെങ്കിലും നമുക്ക് നമ്മളെ പറ്റിക്കണം എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റിക്കാൻ പറ്റില്ലേ, തീർച്ചയായിട്ടും പറ്റിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യയിലൊക്കെ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിലൊക്കെ വന്ന് നിങ്ങൾ അതിൽ കൊണ്ടുപോയിട്ട് ഹോൾഡ് ചെയ്യുന്നു പറയുമ്പോൾ നമ്മൾ വളരെയധികം പേടിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ബിനാൻസിൽ ഒരുപാട് ലീഗലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ടാക്സ് കെട്ടാനുള്ള കാര്യങ്ങളും എല്ലാം ഒരു ഫോളോ അപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ബിനാൻസ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും ലീഗലായിട്ട് ഇരിക്കുന്നത്. അതേപോലെ തന്നെ അത് നേരത്തെ എന്തായിരുന്നു, ഈ നമ്മുടെ ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു. പക്ഷേ അവരെല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇന്ത്യയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ബിനാൻസ് വീണ്ടും കൊണ്ടുവന്നു. അത് കാരണം നമ്മൾ ബിനാൻസ് എല്ലാവരെയും ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ബിനാൻസ് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് DEX എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഡൗട്ട്. അപ്പോൾ DEX എന്ന് പറഞ്ഞാൽ നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നമ്മളാണ് അതിൽ എന്ത് ചെയ്യുന്നത്, പൈസ ഇടുന്നതും. നമ്മുടെ ഒരു പേഴ്സണൽ വാലറ്റ്, നിങ്ങളുടെ പോക്കറ്റിലൊരു വാലറ്റ് ഉണ്ട് ഇല്ലെങ്കിൽ പേഴ്സ് ഉണ്ട്, ആ പേഴ്സിൽ ആരാണ് പൈസ ഇടുക, നിങ്ങൾ പേഴ്സിൽ പൈസ ഇട്ടു, ആ പൈസ ഇട്ട് നിങ്ങൾ പോക്കറ്റിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഭദ്രമായിട്ട് വെക്കുകയാണ്. ഇതിന്ന് പൈസ എടുക്കണമെങ്കിലും അതേപോലെ തന്നെ പൈസ കൊടുക്കണമെങ്കിലും ആര് വിചാരിക്കണം, ഞാൻ തന്നെ വിചാരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ ഇല്ലെങ്കിൽ ഇതിനൊരു വേറെ ഒരു കമ്പനി ഇല്ല, ഇല്ലെങ്കിൽ വേറൊരു ഓണർ ഇല്ല, ആരും ഇല്ല. പക്ഷെ നമ്മുടെ കയ്യിൽ ഈ ഒരു സുരക്ഷിതമായിട്ടുള്ള വാലറ്റ് ഉണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു പേഴ്സ് ഉണ്ട്. ആ പേഴ്സിൽ നമ്മൾ പൈസ ഇട്ട് വെക്കാനും ഹോൾഡ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മൾ ആ പേഴ്സിൽ വെച്ച് ഉപയോഗിക്കാനും നമ്മൾ ചൂസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ക്രിപ്റ്റോ വാലറ്റ്, അതേപോലെ തന്നെ DEX വാലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു DEX വാലറ്റിൽ ചില പ്ലാറ്റ്ഫോമുകൾ, ഇപ്പോൾ യൂണിസാപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പാൻകേക്സ് ആപ്പ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ നമുക്ക് തന്നെ ഇവിടുന്ന് ഒരു കോയിൻ ഉണ്ടാക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റികൾ തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിലൊക്കെ നമ്മുടെ വാലറ്റ് ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ DEX വാലറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കോയിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ പൈസ പോകാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള
സാധനങ്ങൾ ഇവിടെ കോയിനുകൾ വാങ്ങുക, അല്ലെങ്കിൽ മീം കോയിനുകൾ വാങ്ങുക, വേറെ ആരുടെയും കോയിനൊക്കെ വാങ്ങി നമ്മൾ ഇവിടെ സൂക്ഷിക്കുക, അങ്ങനെ ട്രേഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു പാൻകേക്ക് സ്വാപ്പിൽ നിന്നും അല്ലെങ്കിൽ യൂണിസ്വാപ്പിൽ നിന്നൊക്കെ പൈസ പോകാനുള്ള സാധ്യതകളുള്ളൂ. അതേപോലെ തന്നെ ക്രിപ്റ്റോ വാലറ്റിൽ നമുക്ക് വാലറ്റുകളുണ്ട്. നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫാൻഡം വാലറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും, അതേപോലെ തന്നെ മെറ്റാമാസ്ക് വാലറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും, അതേപോലെ തന്നെ ട്രസ്റ്റ് വാലറ്റ് നിങ്ങൾക്ക് മോസ്റ്റ്ലി ആൾക്കാർക്ക് അറിയും. അപ്പോൾ എന്താണ് ഈ ഒരു ട്രസ്റ്റ് വാലറ്റ് എന്ന് പറഞ്ഞാൽ അതും DEX വാലറ്റുകൾ തന്നെയാണ്. നമുക്ക് നമ്മുടെ ഒരു സീഡ് ഫ്രേസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന, ഇതിൽ ആർക്കും വെളിയിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സാധനം ഇല്ലെങ്കിൽ ഒരു വാലറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമാണ് അതിൻ്റെ ആക്സസ് ഉണ്ടാവുകയുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു വാലറ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ എക്സാമ്പിളൊക്കെ ഏതൊക്കെയാണ് പറഞ്ഞത്? ഫാൻഡം പറഞ്ഞു, ട്രസ്റ്റ് വാലറ്റ് പറഞ്ഞു, മെറ്റാമാസ്ക് പറഞ്ഞു. അപ്പോൾ ഈ ഒരു മെറ്റാമാസ്ക് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഇതിൽ എങ്ങനെ ട്രാൻസാക്ഷൻ ചെയ്യണമെന്നൊക്കെ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വാലറ്റിലൊക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിതിൽ സീഡ് ഫ്രേസസ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒരു സീക്രട്ട് കോഡുകൾ ഉണ്ടാവും. ആ ഒരു കോഡ് നിങ്ങൾ ഏതൊരു വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ അല്ലെങ്കിൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള ഒരു 12 സീഡ് ഫ്രേസ് കിട്ടും, ഇല്ലെങ്കിൽ 14 സീഡ് ഫ്രേസ് കിട്ടും. ആ ഒരു കീ ഫ്രേസസ് നിങ്ങൾ എന്ത് ചെയ്യണം? എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കണം. ആ ഒരു കീ ഫ്രേസസ് നിങ്ങളുടെ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ വാലറ്റ് വീണ്ടും എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു വാലറ്റിൻ്റെ സീഡ് ഫ്രേസ് എപ്പോഴും ഭയങ്കരമായിട്ടുള്ള സേഫ് ആയിട്ടുള്ള എവിടെയെങ്കിലും എടുത്ത് വെച്ചാൽ മാത്രമാണ് നമുക്ക് ഫ്യൂച്ചറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഏതോ ഒരു പഴയ ആൾ ഒരു വാലറ്റിൽ കുറേ ബിറ്റ് കോയിനൊക്കെ മേടിച്ച് വെച്ചു. ബിറ്റ് കോയിനൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് അന്ന് അയാൾ എന്ത് ചെയ്തില്ല, അതിനൊരു ഭയങ്കര ക്യാഷ്വലായിട്ട് വിട്ടു. കുറേ കാലം കഴിഞ്ഞിട്ട് ഈ ബിറ്റ് കോയിനൊക്കെ വാല്യൂ ഒക്കെ കൂടിയപ്പോൾ അയാൾ വീണ്ടും എന്ത് ചെയ്തു, ആ വാലറ്റൊക്കെ എടുത്ത് നോക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ സീഡ് ഫ്രേസ് മറന്നുപോയി. അങ്ങനെ മറന്നുപോയപ്പോൾ എന്ത് ചെയ്തു, വീണ്ടും ആ വാലറ്റ് എടുക്കാൻ പറ്റില്ല. ആ ഒരു ക്രിപ്റ്റോ കോയിൻ അവിടെ അൺയൂസ്ഡ് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെ ആയി. അപ്പോൾ ഒരിക്കലും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സീഡ് ഫ്രേസ് നിങ്ങൾ കളഞ്ഞു എന്ന് പറഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തന്നെ അതിൽ കോൾഡ് വാലറ്റ് ഉണ്ട്, ഹോട്ട് വാലറ്റുകളുണ്ട്. ഈ ഹാർഡ്വെയർ ആയിട്ടൊക്കെ വാലറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഹാർഡ്വെയർ ആയിട്ട് നമുക്ക് വാലറ്റ് വാങ്ങാൻ പറ്റും, നമ്മുടെ മാത്രമായിരിക്കും ആ വാലറ്റിൽ. നമ്മൾ അതിൽ പൈസ ഇട്ട് വെച്ചിട്ട് നമുക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്തൊക്കെ ഹാർഡ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിറ്റ് കോയിൻ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാത്തിനും ഓരോ സീഡ് ഫ്രേസസ് ഉണ്ട്. ആ സീഡ് ഫ്രേസസ് നിങ്ങൾ കളഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വാലറ്റ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ രണ്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താണ് DEX? നമ്മുടെ എല്ലാ കാര്യങ്ങളും കൊടുത്ത് വേറൊരു കമ്പനിയിൽ നമ്മൾ അക്കൗണ്ട് എടുത്തിട്ട് അവിടെ ക്രിപ്റ്റോ ആയിട്ട് പരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി ചെയ്യുന്നു. അതേപോലെ തന്നെ എന്താണ് CX? വ്യത്യാസം ഇടയിൽ തെറ്റ് വന്നാൽ ക്ഷമിക്കണം. CX എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ വെച്ചിട്ട് എടുക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് പോലെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. DEX എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺ വാലറ്റ് ആണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു കാര്യം ക്ലിയർ ആയില്ലേ? ഇനി ഞാനിവിടെ അടുത്ത് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വാലറ്റ് ഡൗൺലോഡ് ചെയ്യുക. അതേപോലെ തന്നെ CXും DEX എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഒരു വാലറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ എങ്ങനെയാണ് ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ എങ്ങനെയാണ് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം പറയാം. അപ്പോൾ ഞാൻ നേരെ ഒരു വാലറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി എൻ്റെ ആപ്പ് സ്റ്റോറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്ലേ സ്റ്റോറിലാണ് നിങ്ങൾ വരേണ്ടത്. അപ്പോൾ ഞാനിവിടെ സെർച്ച് ചെയ്യുകയാണ്, ക്രിപ്റ്റോ വാലറ്റ് എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വാലറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇതിൽ കാണാൻ പറ്റും. നമ്മുടെ ആപ്പിളിലും ട്രസ്റ്റബിൾ ആയിട്ടുള്ളതും അതേപോലെ തന്നെ പ്ലേ സ്റ്റോറിലും ട്രസ്റ്റബിൾ ആയിട്ടുള്ള വാലറ്റ് വരും. നമ്മുടെ ഇന്ത്യയിലൊക്കെ സെർച്ച് ചെയ്യുമെന്ന് പറഞ്ഞാൽ ബിനാൻസ്, CoinDesk, CX അങ്ങനെയുള്ള ഒരുപാട് വരും. അപ്പോൾ നമുക്ക് ആൾറെഡി എല്ലാവരും യൂസ് ചെയ്യുന്ന ട്രസ്റ്റ് വാലറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്, അതേപോലെ തന്നെ റെഡ് ഡോട്ട് പേ ഇവിടെ കിടക്കുന്നുണ്ട്, അതേപോലെ തന്നെ തൊട്ട് താഴെ വന്നു നമ്മുടെ ബിനാൻസ് കിടക്കുന്നുണ്ട്, മെറ്റാമാസ്ക് കിടക്കുന്നുണ്ട്, ഫാൻഡം കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് ഫാൻഡം ആണ്. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്തു, ഫാൻഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാലറ്റ് ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റ് ആണെങ്കിലും ഇതേ പ്രോസസ്സ് തന്നെയാണ് വരിക, നിങ്ങൾക്ക് മനസ്സിലാക്കുക. അപ്പോൾ അവിടെ വന്ന ഉടനെ യുവർ ഹോം ഫോർ ട്രേഡിംഗ് ക്രിപ്റ്റോ പ്രിഡിക്ഷൻ ആൻഡ് മോർ എന്നുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ക്രിയേറ്റ് ന്യൂ വാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ക്രിയേറ്റ് ന്യൂ വാലറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇവിടെ ഇമെയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു റിക്കവറി ഫ്രേസ് വാലറ്റ് എന്ന് പറയുന്നില്ലേ, നമ്മുടെ സീഡ് ഫ്രേസസ് എന്ന് പറഞ്ഞിട്ടില്ലേ, ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൾറെഡി തന്നെ നമുക്കൊരു വാലറ്റൊക്കെ നേരത്തെ പണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു ക്രിയേറ്റ് റിക്കവറി ഫ്രേസ് വാലറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആ 12 ഡിജിറ്റോ അല്ലെങ്കിൽ കീ ഫ്രേസസോ നമുക്കിവിടെ പേസ്റ്റ് ചെയ്തിട്ട് ആ വാലറ്റ് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാണ്, കണ്ടിന്യൂ വിത്ത് ഇമെയിൽ കൊടുക്കുകയാണ്. നമ്മൾ പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാരണം നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ കീ ഫ്രേസ് വെച്ച് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ മെയിൽ വെച്ച് യൂസ് ചെയ്യാം. ഇത് നമുക്ക് വീണ്ടും തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഗൂഗിൾ
ഗൂഗിൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ വെച്ച് കൊടുക്കുന്ന കാരണം നമുക്ക് നേരെ ഗൂഗിൾ അക്കൗണ്ട് ഇത് പോവും, ഇല്ലെങ്കിൽ ആപ്പിൾ പേൻ്റെ ഇത് നിങ്ങൾക്ക് പോവും. നിങ്ങൾക്ക് ഏതൊരു ഇതിൽ വെച്ചിട്ടാണെങ്കിലും നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇവിടെ കൊടുക്കുന്നില്ല. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് എന്താണ് ഇവിടെ വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാൻ നേരെ കണക്റ്റ് ഫാൻഡം ആപ്പ് എടുത്തിട്ടുണ്ട്. അവർ നമ്മുടെ ജിമെയിൽ ചോദിച്ചിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ എല്ലാ പ്രോസസ്സും നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലോഗിൻ ആവുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു സേഫ് പിൻ, ഇപ്പോൾ നിങ്ങൾ ജിപേയിലൊക്കെ ഒരു പിന്ന് വെച്ച് കൊടുക്കില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു പിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, വെച്ച് കൊടുക്കുക. ഞാനിവിടെ 1 2 3 4 എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൺഫേം പിന്ന് വരുന്നുണ്ട് 1 2 3 4 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇവിടെ വാലറ്റ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആഡിങ് എ സോഷ്യൽ വാലറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാലറ്റ് എന്തായി ഇവിടെ ക്രിയേറ്റ് ആയി കിട്ടും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ എൻ്റെ ഇവിടെ ഒരു ആപ്പിൾ ആയ കാരണം ഫേസ് ഐ ഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം, ഇല്ലെങ്കിൽ എനേബിൾ ചെയ്യേണ്ട എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമ്മുടെ യൂസർ നെയിമിന് ഒരു പേര് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവർ ആൾറെഡി തന്നിട്ടുള്ളൊരു പേര്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളൊരു പേരും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വാലറ്റ് എന്തായി, റെഡിയായി. ഇനി അടുത്ത് ഞാനിവിടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വാലറ്റിൽ നിന്ന് ഒരു ടോക്കൺ ഒരാൾക്ക് അയക്കുക എന്നുള്ളൊരു കാര്യം, ഇല്ലെങ്കിൽ എങ്ങനെയാണ് റിസീവ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇവിടെ ഒരു ഫണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇത് നോട്ടിഫിക്കേഷൻ്റെ ഇതാണ്. അപ്പോൾ ഞാനിവിടെ നോട്ട് അലോ എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൾറെഡി ഇവിടെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ടോക്കൺസും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും ഒരു ടോക്കൺ എടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഏതാണ് യൂസ് ചെയ്യുക, നമ്മുടെ USDT അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ആഡ് ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫാൻഡം എന്ന് പറഞ്ഞത് സൊലാന നെറ്റ്വർക്കാണ് കൂടുതലുള്ളത്. അത് കാരണം തന്നെ അവർ ബൈ സൊലാന എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അനദർ വാലറ്റിൽ നിന്ന് സൊലാന എടുക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ ഇവിടെ റിസീവ് സൊലാന എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു കോപ്പി അഡ്രസ്സ് കിട്ടും. അപ്പോൾ ഈ ഒരു അഡ്രസ്സാണ് നമുക്ക് മെയിൻ. ഇപ്പോൾ നിങ്ങൾ വേറൊരാളുടെ നിന്ന് ഈ ഒരു സൊലാന വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു അഡ്രസ്സ് കൊടുത്തു, നമ്മൾ ഇവിടെ നിന്ന് ഒരു അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് അയാൾക്ക് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് അയക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ പറ്റും, ഇല്ലെങ്കിൽ അയച്ച് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ആൾറെഡി ഇപ്പോൾ ബാങ്ക് ഡീറ്റെയിലിൽ നിന്ന് ബാങ്ക് അക്കൗണ്ട് നമ്പറും അങ്ങനെയുള്ള ഇല്ലെങ്കിൽ മൊബൈൽ നമ്പറൊക്കെ വാങ്ങില്ലേ, ക്രിപ്റ്റോയിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു വാലറ്റിലേക്ക് നമ്മൾ റിസീവ് ചെയ്യാനും സെൻഡ് ചെയ്യാനും നോക്കുക. അപ്പോൾ ആൾറെഡി ഈ ഒരു ആഡ് ഫണ്ട്, ഇപ്പോൾ എൻ്റെ ഇവിടെ ഒരു ഫണ്ടൊന്നും ഇല്ലാത്ത കാരണമാണ് സെൻഡ് ചെയ്യാനാക്കാനുള്ള കാര്യങ്ങളൊന്നും ഇവിടെ കാണാത്തത്. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ടോയ്സ് കോയിൻ എന്നുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് തന്നെ ഇതൊരു DX ആയ കാരണം നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഈ ഒരു ടോക്കൺ ബൈ ചെയ്യാനും വാങ്ങാനും സ്വാപ്പ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് ആൾക്കാർ എന്തുണ്ടാക്കുന്നുണ്ട്, ഓരോരോ ടോക്കൺ ഉണ്ടാക്കുന്നുണ്ട്, അവരത് ട്രേഡ് ചെയ്യുന്നുണ്ട്. നമുക്കത് ട്രേഡ് ചെയ്യാനോ വാങ്ങാനോ എല്ലാ രീതിയിലും നമുക്കും അത് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അടുത്ത് ഞാനിവിടെ മെറ്റാമാസ്കിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇൻ്റർഫേസ്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു ഐഡിയയും കൂടി കിട്ടും. അപ്പോൾ ഞാൻ നേരെ മെറ്റാമാസ്കിലേക്ക് വന്നിട്ടുണ്ട്. മെറ്റാമാസ്കിൽ എപ്പോഴും ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു സെക്യൂരിറ്റി ഇതൊക്കെ കൂടുതലാണ്. നമ്മൊരു പാസ്വേഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ നേരെ ഇത് മെറ്റാമാസ്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ സെൻഡ് ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ BNB ഉണ്ട്, എത്തീരിയം ഉണ്ട്, സൊലാന ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ബിനാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എത്തീരിയം തന്നെ എടുക്കുകയാണ്. എത്തീരിയം നിങ്ങൾക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ നേരെ സെൻഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവർ ടോക്കൺ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ടോക്കൺ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ എൻ്റെ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ടോക്കണിൽ ഈ ഒരു BNB കുറച്ചുണ്ട്. അതേപോലെ തന്നെ ഇനി റോഷി എന്ന് കൊണ്ടുള്ള ടോക്കൺ കിടക്കുന്നുണ്ട്, സെഫോളിയ ETH കിടക്കുന്നുണ്ട്. അതൊക്കെ ടെസ്റ്റ് നെറ്റിൻ്റെയാണ്. അപ്പോൾ ഈ പൈസ ഒന്നും എന്ത് ചെയ്ത് ഒറിജിനലാണെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സെഫോളിയയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. എത്രത്തോളം ടോക്കണാണ് എന്നുള്ളൊരു കാര്യം ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ടോക്കണാണ് ഇവിടെ കൊടുക്കേണ്ടത്, 0.2 ഇല്ലെങ്കിൽ 1 എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ടോക്കൺ ഞാൻ അയച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ടിന്യൂ കൊടുത്തു. അപ്പോൾ ഈ കണ്ടിന്യൂ കൊടുക്കുന്നതിൽ നമ്മൾ ഇല്ലെങ്കിൽ നേരത്തെ ചെയ്തിട്ടുള്ള റിസീവിങ് അഡ്രസ്സ് ഇല്ലേ, അപ്പോൾ ഇതേ ടോക്കണിൻ്റെ റിസീവിങ് അഡ്രസ്സ് വേറെ ഏത് വാലറ്റിലാണോ അയക്കാൻ പോകുന്നത് ആളുടെ നിന്ന് മേടിച്ചിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, പേസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ടോക്കൺ അയാൾക്ക് അയച്ചു കൊടുക്കാനും പറ്റും. അപ്പോൾ ഇവിടെ മൊബൈൽ നമ്പറായിട്ട് യൂസ് ചെയ്യുന്നത് വിൻ്റെ ഓരോ ടോക്കണിൻ്റെയും റിസീവ് അഡ്രസ്സും സെൻഡിങ് അഡ്രസ്സാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനി ഞാനിവിടെ അടുത്ത് പറയാൻ പോകുന്നത് എക്സ്ചേഞ്ചുകളുടെ കാര്യമാണ്, ഇല്ലെങ്കിൽ സെൻട്രലൈസ് എക്സ്ചേഞ്ചുകളുടെ കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ ഫോർ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഇവിടെ ബിനാൻസ് ആണ് എടുത്ത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ബിനാൻസ് ആണല്ലോ നമ്മുടെ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിനാൻസ് എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എങ്ങനെയാണ് ടോക്കൺ അയക്കാൻ പറ്റുക, ഇല്ലെങ്കിൽ എങ്ങനെയാണ് റിസീവ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഒരാളുടെ നിന്ന് ടോക്കൺ വാങ്ങാന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ഫണ്ട് കൊടുക്കുക. അപ്പോൾ ഓൺ ചെയിൻ ഡെപ്പോസിറ്റ് എന്നുള്ളൊരു കാര്യം അവിടെ കൊടുക്കുന്നുണ്ട്. ഈ P2P ട്രേഡിങ്ങിനെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ P2P ട്രേഡിങ്ങിനെ പറ്റി എന്താണ് അറിയാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതും കൂടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഓൺ ചെയിൻ ഡെപ്പോസിറ്റിലാണ് ഇങ്ങനെയുള്ള വാലറ്റിൽ നിന്നോ ഇല്ലെങ്കിൽ എക്സ്ചേഞ്ചിൽ നിന്നോ നമ്മൾ ഒരു ക്രിപ്റ്റോ ടോക്കൺ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുക. അപ്പോൾ ഓൺ ചെയിൻ ഡെപ്പോസിറ്റ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കും ഏതൊരു ടോക്കണാണ് അയക്കേണ്ടത്. ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ USDT തന്നെ എടുത്തു. അപ്പോൾ ഈ ഒരു USDT എടുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിൻ്റെ ഒരു കാര്യം അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഏതൊരു ടോക്കൺ നിങ്ങൾ വാങ്ങുമ്പോഴും അത് ഏതൊരു നെറ്റ്വർക്കാണെന്ന് നിങ്ങൾ ചോദിക്കണം. ആ സെയിം നെറ്റ്വർക്കിൻ്റെ അഡ്രസ്സ് കൊടുത്താൽ മാത്രമാണ് നമുക്ക് ആ ടോക്കൺ റിസീവ് ആവുള്ളൂ. അതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു അഡ്രസ്സ്, ഞാൻ ഇപ്പോൾ ഒരാളുടെ നിന്ന് ടോക്കൺ USDT വാങ്ങുകയാണ്, അയാളുടെ
നിന്ന് BSC നെറ്റ്വർക്കാണ് അല്ലെങ്കിൽ BEP20 നെറ്റ്വർക്കാണ് ആളുടെ ഈ ഒരു USD ടോക്കൺ കിടക്കുന്നത് എങ്കിൽ ഞാൻ ഇവിടെ BEP ഇല്ലെങ്കിൽ BSC BNP സ്മാർട്ട് ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെയാണ് കൊടുക്കേണ്ടത്. അതല്ലാതെ നിങ്ങൾ ഇവിടെ നേരെ എന്ത് വന്നു, ഈ ഒരു BSC അല്ല TRXൻ്റെ കൊടുത്തിട്ട് ആളുടെ USDT ഈ ഒരു BNP നെറ്റ്വർക്കുകളാണ്, പക്ഷേ ഞാൻ കൊടുത്തിട്ടുള്ള അഡ്രസ്സ് TRXൻ്റെ അഡ്രസ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്താവില്ല, ഈ ഒരു ടോക്കൺ റിസീവ് ആവില്ല. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ എക്സ്ചേഞ്ചുകൾ തന്നെ നെറ്റ്വർക്കിൻ്റെ ഈ ഒരു അഡ്രസ്സ് കൊടുക്കുമ്പോൾ നെറ്റ്വർക്ക് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. അത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, വേറെ എവിടെന്നെങ്കിലും ഒരു USDT ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് നെറ്റ്വർക്കാണ് എന്ന് ചോദിക്കണം. ആ നെറ്റ്വർക്ക് തന്നെയാണോ നമ്മൾ കൊടുത്തിട്ടുള്ള അഡ്രസ്സിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമാണ് നമ്മളുടേക്ക് ഇതിൽ റിസീവ് ആവുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സെൻട്രലൈസ് എക്സ്ചേഞ്ചിൽ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ മിനിമം ഡെപ്പോസിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ബിനാൻസ് ആയ കാരണം BEPൽ മിനിമം ഡെപ്പോസിറ്റ് വളരെയധികം കുറവാണ്. പക്ഷേ വേറെ ഏതെങ്കിലും ഒരു ടോക്കൺ എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓരോത്തിനും ഓരോരോ ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ക്രൈറ്റീരിയയിലായിരിക്കും നമുക്കിവിടെ റിസീവ് ചെയ്യാനും ആക്കാനും. ആ ഒരു മിനിമം റിസീവിങ് ഇതല്ല, എമൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ അപ്പോഴും ആ ടോക്കൺ അവിടെ നിന്ന് ബേൺ ആയി പോകുന്നതാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ബിനാൻസിൻ്റെ വാലറ്റും ഡിഫറെൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ബിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ചിന് ബിനാൻസ് Web3 വാലറ്റ് ഉണ്ട്. ആ Web3 വാലറ്റാണ് ഇവിടെ മേലെ കിടക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറൻസ് ഒക്കെ മനസ്സിലാക്കിയാലാണ് നമുക്ക് ക്രിപ്റ്റോയിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സ്ചേഞ്ചിൽ നമ്മൾ എങ്ങനെയാണ് മാറ്റേണ്ടത് എന്നുള്ളൊരു കാര്യം കാണിച്ചു തന്നു. അതേപോലെ തന്നെ ബിനാൻസിൽ വാലറ്റും ഉണ്ട്. ആ വാലറ്റിൽ Web3 ടോക്കൺ അവിടെ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, DX പോലെയാണ് ടോക്കൺ ക്രിയേറ്റ് ചെയ്യാം, ടോക്കൺ നമുക്ക് വിൽക്കാം, വാങ്ങാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു വാലറ്റിൽ അല്ലെങ്കിൽ DEXൽ ഒരു ടോക്കൺ ഉണ്ടാക്കിയിട്ട് അതിൽ ഫുള്ളി കൺട്രോൾ ആരായിരിക്കും, ആ ഒരു ഓണറിനായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഹോൾഡിങ്സ് ഏതൊരാളുടെ അല്ലെങ്കിൽ ഏതൊരു വാലറ്റിലാണ് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സിൻ്റെ ആണെങ്കിൽ നിങ്ങളെ കൂടുതലും പറ്റിക്കാനുള്ള സാഹചര്യങ്ങൾ 99% ഉള്ളതാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ നമുക്ക് ഇനി ഇവിടെ റിസീവ് ചെയ്യാനാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഡോക്സ് കോയിൻ ഉണ്ട്, ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെൻഡ് എന്ന് പറഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ ബിനാൻസ് യൂസേഴ്സിന് കൊടുക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഔട്ടർ ആയിട്ടുള്ള ഒരാൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ വിഡ്രോ ക്രിപ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഈ ഇതിൻ്റെ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാനും അവിടെ നിന്ന് സെയിം മെത്തേഡ് ഈ ഒരു ഡോക്സിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സ് ഇല്ലെങ്കിൽ അഡ്രസ്സ് ഏതാണ് ഇല്ലെങ്കിൽ ഈ ഒരു ടോക്കൺ റിസീവ് ആവാനുള്ള അഡ്രസ്സ് ഇവിടെ എന്ത് ചെയ്യണം, പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്ത ഉടനെ നമുക്കിവിടെ നെറ്റ്വർക്ക് ടോൺ മാത്രമാണ് ഡോഗ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്ത് എത്രത്തോളം ഡോഗ് ടോക്കൺ ആണോ നിങ്ങൾക്ക് അയക്കേണ്ടത് അത് നമുക്ക് ഇവിടെ നിന്ന് അയക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വിഡ്രോ മസ്റ്റ് ബി 1000 ഡോഗ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു മിനിമം കണ്ടീഷനും മാക്സിമം കണ്ടീഷനും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. കോൺട്രാക്റ്റ് അഡ്രസ്സ് അല്ല, ഞാനിവിടെ ഒരു തെറ്റ് പറഞ്ഞു. അഡ്രസ്സിൻ്റെ അവിടെ നമ്മുടെ റിസീവിങ് അഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് ഫാൻറ്റത്ത് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ ബിനാൻസിലൊക്കെ റിസീവിങ് അഡ്രസ്സ് ഇതാണെന്ന് കാണിച്ചു തന്നില്ലേ, അതേപോലെ ഈ ഒരു അഡ്രസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് ആണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുള്ളത് വളരെ സ്പീഡായാലും ഒരു പ്രാവശ്യം തന്നെ ഇല്ലെങ്കിൽ ഒരു കാര്യം തന്നെ പല പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു കാര്യത്തിനെ പറ്റി ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് ഇതൊരു കംപ്ലീറ്റ് ഗൈഡ് ആയിരിക്കും. അപ്പോൾ ഒരു അടുത്ത വീഡിയോയിൽ നമുക്ക് എന്താണ് ടെസ്റ്റ് നെറ്റ്, എന്താണ് മെയിൻ നെറ്റ്, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും പറഞ്ഞുതരാം. ഡിസ്കോഡിനെ പറ്റിയിട്ടൊക്കെ ആൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് നമുക്കൊരു ടോക്കൺ കണ്ടില്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് കണ്ടു എന്ന് പറഞ്ഞാൽ അതിന് എത്രത്തോളം റെഡ് ഫ്ലാഗ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ എന്ത് തരാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.